ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അരിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്നാക്കിന് പേരെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. നെയ്യപ്പം പോലെയൊക്കെയാണ് ആയി വരിക നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ അരിപ്പൊടിയുടെ നെയ്യപ്പം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അരിപ്പൊടിയുടെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ മധുരമല്ല, എരിവാണ് ഈ ഒരു സ്നാക്കിന്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചെറിയൊരളവിൽ എരിവ് മതി എന്നുണ്ടെങ്കിൽ ചെറിയൊരളവിൽ ചേർക്കുക. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല അളവിൽ ചേർക്കുക, കൂടുതൽ അളവിൽ ചേർക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അധികം സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന സ്നാക്കേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ അരിപ്പൊടി സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 240 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാകത്തിൽ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ ഒക്കെ പാകത്തിൽ വറുത്തെടുത്ത അരിപ്പൊടി എടുക്കാം. പുട്ടിൻ്റെ പൊടി എടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടിയിൽ തരി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫൈൻ പൗഡറായിട്ടുള്ള ഇതുപോലെയുള്ള അരിപ്പൊടി എടുക്കുക. ഇതിലേക്കായിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 1 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേപ്പിലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പൊടികളും അയമോദകവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്കായിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അധികം വേണ്ട, 1/4 ടീസ്പൂൺ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഉള്ളതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തോളൂ. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒരുപാട് എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതൊക്കെ നമ്മുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഞാൻ ഇനി ചേർക്കുന്നത് അയമോദകമാണ്. നിങ്ങളുടെ കയ്യിൽ അയമോദകം ഉണ്ടെങ്കിൽ അയമോദകം ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം, 1/2 ടീസ്പൂൺ. ഫൈൻ പൗഡർ ആക്കരുത് പെരിഞ്ജീരകം, ചെറുതായിട്ടൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അയമോദകം ഉണ്ടെങ്കിൽ അയമോദകം തന്നെ ചേർത്തോളൂ. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കാതെ ഈ സ്നാക്ക് പെർഫെക്റ്റ് ആവില്ല കേട്ടോ, മുട്ട ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കറക്റ്റ് പാകമാക്കിയെടുക്കാം. മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ അല്ല, നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ പാകത്തിലുള്ള ഒരു ബാറ്റർ ആയിരിക്കണം. അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് ഒരു 4 മണിക്ക് ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 3:30 ആകുമ്പോൾ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3:50 ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയായി കിട്ടും. അത്രയും സമയം എടുക്കുകയുള്ളൂ. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക്. ഇതിലേക്ക് സവോളയൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ. സവോളയൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പൊങ്ങി വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സവോളയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ സവോളയൊന്നും ചേർക്കുന്നില്ല. സവോള ചേർക്കാതെ ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഒരു 1/2 കപ്പ് വെള്ളം മതി കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാം. ഇപ്പോൾ 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ കറക്റ്റ് ലൂസിൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നത് പല ബ്രാൻഡിലുള്ള പൊടിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ ഏകദേശം അളവ് പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് ചെറിയ അളവിൽ വെള്ളത്തിന് വ്യത്യാസം വരാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യപ്പത്തിന് കോരി ഒഴിക്കുന്ന ആ ഒരു പാകത്തിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാനിപ്പോൾ 2 പിഞ്ചേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അതുപോലെ തന്നെ തേങ്ങ ചട്നിയുടെ കൂടെയും വളരെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. രണ്ടും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. നമ്മൾ മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും ഒരു സൈഡ് ഡിഷ് അല്ലെങ്കിൽ ഒരു ടച്ചിങ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിയിട്ടുള്ളത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് എണ്ണ വേണം കേട്ടോ. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നെയ്യപ്പമൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഷാലോ ഫ്രൈ ചെയ്യരുത്. ഒഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ ബർണറാണെങ്കിൽ തീ കൂട്ടി വയ്ക്കുക. വലിയ ബർണറാണെങ്കിൽ തീ ഒന്നും കൂട്ടി വയ്ക്കേണ്ട, ചെറിയ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ കടലമാവിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് നമ്മൾ അരിപ്പൊടിയിൽ തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് 3-4 ഫ്രൈ ചെയ്യാതിരിക്കുക. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ സൈഡ് കാണുമ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയ പോലെയാണ് ഇരിക്കുന്നത്. നെയ്യപ്പത്തിന് ഒരു കളർ വ്യത്യാസം വന്നതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ കുക്കായി വരാൻ. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഒന്നും കുക്കാവില്ല. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നെയ്യപ്പം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ നെയ്യപ്പം അല്ല, എരിവുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വല്ലാതെ അങ്ങ് ഇളക്കി മറിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പൊങ്ങി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയി വരും. തിരിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റ് നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആയി വരികയും ചെയ്യും. ഈ മേൽഭാഗം ഒരു സൈഡാണ് നമുക്ക് നെയ്യപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ മുട്ടയും എല്ലാം ഉണ്ടാവും. അപ്പോൾ അയമോദകം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതിന് പരിഹാരമായിട്ട് ഞാൻ പെരിഞ്ജീരകം ചേർക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിടാം. അപ്പോൾ നെയ്യപ്പം പോലെ തന്നെ ആയി കണ്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരം ചായയുടെ സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വൈകിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചേരുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ കൊമ്പ് പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് കഴിക്കുമ്പോൾ കറുമുറ കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, ഇതും റെഡിയായി. ഈ ഒരു പത അടങ്ങുന്ന ആ ഒരു സമയം നമ്മുടെ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് പതയൊന്ന് കുറഞ്ഞു വന്നു കഴിയുമ്പോൾ കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം എന്താ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ പൊടി എടുക്കുകയാണെങ്കിൽ 9 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. ഈ വലിപ്പത്തിലാണെങ്കിൽ ഞാനിപ്പോൾ 9 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ വലിപ്പത്തിൽ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒരു 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചെറിയൊരു എരിവും ആ മോദകത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മുട്ട ചേർക്കണം കേട്ടോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മുട്ട ചേർത്താലേ അരിപ്പൊടി സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻസൈഡ് കുക്കായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇൻസൈഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുക്കാവാതില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.